ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. എൻ്റെ സ്കിൻ കെയർ റുട്ടീനെ പറ്റി പലരും ചോദിക്കാറുണ്ട്. എൻ്റെതൊരു ആക്നെ പ്രോൺ ആയിട്ടുള്ള സെൻസിറ്റീവ് സ്കിൻ ആയിരുന്നു. ധാരാളം സിസ്റ്റിക് ഹോർമോണൽ ആക്നേസ് എനിക്ക് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സ്കിന്ന് ഏറെക്കുറെ ക്ലിയർ ആയിട്ടുണ്ട്. ഹോർമോണൽ ആക്നയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ എൻ്റെ കുറച്ച് ആയുർവേദ മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് ഹോർമോണൽ ആക്നെ ഏറെക്കുറെ കറക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ തന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ധാരാളം വെള്ളം കുടിക്കുക. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഈ ഫോർമുല RXൻ്റെ ബാരിയർ റിലീഫ് മോയ്സ്ചറൈസറാണ്. ഇതൊരു ആഡൊന്നും അല്ല. അപ്പം ഇത് യൂസ് ചെയ്ത് പിന്നെ എനിക്കങ്ങനെ ആക്നേസ് ഒന്നും വരാറില്ല. അതുപോലെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും ഇരിക്കും. അപ്പോൾ ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ഓഫ് ജോസിയൻ്റെ ഒരു സൺസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ സൺസ്ക്രീനും അവൈലബിൾ ആണ്. അപ്പോൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ തിരിച്ച് വന്നതിന് ശേഷം നല്ലതുപോലെ അത് ഡബിൾ ക്ലെൻസ് ചെയ്യുക. മേക്കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗാർണിയറിൻ്റെ മിസലാർ വാട്ടർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഫേസ് വാഷാണ്. ഏതെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്ന നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നല്ലതുപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം കിടന്നുറങ്ങുക. നമ്മുടെ സ്കിൻ പോൾസിൻ്റെ ഇടയ്ക്ക് ഡസ്റ്റ് അടിഞ്ഞുകൂടിയിട്ട് അത് പിന്നെ ബാക്ടീരിയ ആക്ട് ചെയ്തിട്ട് അത് ആക്നെ ആയിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ക്ലെൻസിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്താൽ ഐശ്വര്യ റായിയെ പോലെയോ ഐശ്വര്യ ലക്ഷ്മിയെ പോലെയോ ആയില്ലെങ്കിലും ഉള്ള സൗന്ദര്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ സ്കിൻ കെയർ ടിപ്സിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്